ഗുണ്ടകൾ നാട്ടിൽ ആവേശം മോഡലിൽ പിറന്നാൾ ആഘോഷിച്ച് വിലസുകയാണ്. എന്നാൽ ഗുണ്ടകളെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന സാധാരണ മനുഷ്യരുണ്ട് ഇവിടെ. ആലപ്പുഴ സ്വദേശി ആന്റണി എന്ന പ്രശാന്തിനെ ഗുണ്ടാ നേതാവ് ഷാറൂണും സംഘവും ചേർന്ന് വടിവാളും തോക്കും ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത് ഈ മാസം 7-നാണ്. കേസിൽ അറസ്റ്റിലായ ഷാരോൺ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. ഇതോടെ ഏതു സമയവും ഗുണ്ട ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പ്രശാന്ത്. ആലപ്പുഴയിലെ പോലീസും ഭരിക്കുന്ന പാർട്ടിയും ഗുണ്ടകളെ സംരക്ഷിക്കുന്നുവെന്നും ആരോപണമുണ്ട്. ആലപ്പുഴയിൽ ഗുണ്ടാ സംഘങ്ങൾ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രശാന്താണിത്. ഈ മാസം 7-ാം തീയതിയാണ് പ്രശാന്തിനെ സംഘം ചേർന്ന് തോക്കു ചൂണ്ടി വടിവാൾ വീശി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പിന്നീട് പ്രശാന്ത് പോലീസിൽ പരാതി നൽകി പ്രതി ഷാരോണിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഗുണ്ടാ നേതാവായിട്ടുള്ള ഷാരോൺ ജയിൽ മോചിതനായിരിക്കുന്നു. ഇതോടെ പ്രശാന്തിന്റെ ജീവന് തന്നെ ഭീഷണി ഉയർന്നിരിക്കുകയാണ്. പ്രശാന്ത്, ഈ മാസം 7-ാം തീയതി നടന്ന സംഭവം പോലീസ് പരാതിപ്പെട്ട് പോലീസ് നടപടിയൊക്കെ സ്വീകരിച്ചു. ഇപ്പോൾ ആ പ്രതി പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താണ് അന്ന്, അതായത് 7-ാം തീയതി രാത്രിയിൽ അന്ന് സംഭവിച്ചത്? ആലപ്പുഴ ടൗണിൽ ഞാൻ നിൽക്കുകയായിരുന്നു. എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വെള്ള കാറ് വന്ന് ചവിട്ടി. അതിൻ്റെ ബാക്ക് ഡോറ് തുറന്ന് റൈറ്റ് സൈഡിൽ ഒരാൾ പെട്ടെന്ന് ഇറങ്ങി വടിവാൾ വീശി. അതിനുശേഷമാണ് ഫ്രണ്ടിലിരുന്ന് ഡോറ് തുറന്ന് ഷാരോൺ ഇറങ്ങി എനിക്ക് നേരെ തോക്ക് ചൂണ്ടി എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ അവസാനിപ്പിക്കണം, ഞാൻ ജീവിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണം, ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യരുത്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരെന്നെ ഭീഷണി. പ്രശാന്തിന്റെ ജോലി എന്താണ്? കാരണം ഇവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുമായി മുൻ പരിചയമുള്ളതാണ്. ഇദ്ദേഹം 2 വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ ഒരു 200 മീറ്റർ പരിസരത്ത് വാടക വന്ന് താമസിക്കുന്നതാണ്. അല്ലാതെ എനിക്ക് വലിയ വ്യക്തിപരമായ ബന്ധങ്ങളൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, അത്യാവശ്യം ഹായ് എന്ന് പറയാറുണ്ട്. അതിന് മേളിൽ ബന്ധങ്ങളൊന്നുമില്ല ഇവരുമായിട്ടും. ഈ വൈരാഗ്യത്തിൻ്റെ കാരണം എന്താണെന്ന് ഇവർക്ക് തന്നെ അറിയുള്ളൂ. ഇവർ സ്വയമേ എന്താണ് കരുതിയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തത് പോലീസിൽ. എന്താ ജോലി? ഞാൻ ക്യാമറാമാനാണ്. പിന്നെ ഇപ്പോൾ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിരോധം അല്ലെങ്കിൽ എന്തെങ്കിലും മുൻ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ എനിക്കറിയില്ല എന്താ കാര്യമെന്ന്. ഇവർക്ക് എന്നോടുള്ള വൈരാഗ്യത്തിന് എന്താ കാര്യമെന്നോ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമല്ല. ഞാൻ സാധാരണ സംസാരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ വർഷങ്ങളായി, എനിക്കിപ്പോൾ 43 വയസ്സായി. 43 വയസ്സ് വരെ ഞാനിപ്പോൾ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ പോലും ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന ഗുണ്ടകൾ പറയുന്നത് കേട്ട് അവർ പറയുന്ന അനുസരിച്ച് ജീവിക്കണം എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗുണ്ടകളാണോ നിങ്ങളുടെ നാട് നിയന്ത്രിക്കണേ? ഈ സ്ഥലം സ്ഥലം ആലപ്പുഴയിൽ എവിടെയാണ്? ആലപ്പുഴ ടൗണിൽ തന്നെ ചാത്തനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഗുണ്ടകൾ പറയുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഗുണ്ടകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ല, ഗുണ്ടകൾ പറയുന്ന കണക്ക് തന്നെ നമ്മൾ നടക്കണം. എനിക്ക് നേരെ ഭീഷണി ഉണ്ടായ അതിൻ്റെ അടുത്ത ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം ബീച്ചിനോട് ചേർന്നുള്ളൊരു കഫേയിൽ കയറി ഇവർ സെയിം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അതും പോലീസിൽ പരാതിപ്പെട്ടു. അവർ സൗത്ത് പോലീസിൽ പരാതിപ്പെട്ടു. അതിനുശേഷം അത് ഇവർ കോംപ്രമൈസ് ചെയ്തു. ഇവരുടെ ഒരു സ്ഥിരം പല്ലവി ഇതാണ്: ആൾക്കാർക്ക് നേരെ ഭീഷണി ഉയർത്ത് അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ മാനസികമായിട്ട് നമ്മളെ തളർത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരോട് നമ്മളെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കേസ് വന്നതിന് ശേഷം എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പല രീതിയിലുള്ള സംഭവങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 18 വയസ്സുള്ളൊരു മകനുണ്ട്, 10 വയസ്സുള്ളൊരു മകളുണ്ട്. ഇവരൊക്കെ നാളെ വളർന്നു വരുമ്പോഴത്തേക്ക് ഈ പേരുകൾ കേട്ടിട്ടില്ല, എന്നെ മോശക്കാരനാക്കുന്ന കേട്ടിട്ടാണ് അവർ വളരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് എന്താണ് ഈ കേസിൽ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം എന്നെ CI വിളിച്ചിരുന്നപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞത് ഇതൊരു കെട്ടിച്ചമച്ച കഥയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് വരും. ഞാൻ പറഞ്ഞു ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ ഞാൻ ഇതിനെതിരെ എനിക്കെതിരെ പോലീസ് നടപടി ഉണ്ടായാലും ഞാൻ എന്ത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം വേറെ ഓഫീസർ എന്നോട് സംസാരിച്ചപ്പോൾ പറയുന്നു പുള്ളിക്കാരന് ചിലപ്പോൾ പ്രശ്നമില്ലായിരിക്കും, ഇവരുടെ കൂടെയുള്ള പല കൂട്ടാളികളുണ്ട്, അവർ ചിലപ്പോൾ വണ്ടി മുട്ടിയോ അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നവർ ചോദിക്കുന്നു. അപ്പം ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പോലീസ് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംസാരിച്ച കൂട്ടത്തിൽ വരുന്ന ഒരു ഭീഷണി സ്വരം പിന്മാറിക്കൂടെ എന്നുള്ളൊരിതുണ്ട് പരാതിയിൽ നിന്ന്. ആ ഒരു വെർഷൻ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് ചിലപ്പോൾ വണ്ടി ഇടിച്ച് വല്ലവരും കൊന്നു കളഞ്ഞാലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താലോ എന്ന് അവർ തന്നെ സൂചിപ്പിക്കുന്നു സംസാരത്തിൻ്റെ ഇടയിൽ. ഈ ഷാരോൺ പുറത്തിറങ്ങിയതോടുകൂടി ഏതെങ്കിലും ഭീഷണി അതല്ലെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ അത്രയും എന്തെങ്കിലും സമ്മർദ്ദങ്ങളുണ്ടോ? ഇപ്പം ഇന്നലെ എന്നെ CI വിളിച്ച് സംസാരിക്കുമ്പോഴും ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുമ്പോഴും
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ പല കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വീട്ടിലൊന്ന് ഏകദേശം ഒരു 5 മണിയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നും പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിക്കുന്നത് എന്തായിരിക്കും, ഇവരിങ്ങനെ സംസാരിക്കുകയും പ്രതി എന്ന് പറയുന്ന ഷാരോണിന് ജാമ്യം ലഭിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പരാതിയിൽ നിന്ന് പിന്മാറണം, അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ പേരിൽ കേസ് എടുക്കും എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തിന് കേസ് എടുക്കും? അതായത് ഈ തോക്ക് ഉപയോഗിച്ചിട്ട് വടിവാള് കിട്ടിയിട്ടില്ല, തോക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടാത്തിടത്തോളം കാലം ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥയിൽ. ആദ്യമായിട്ടായിരുന്നോ ഈ പ്രശാന്ത് നേരെ ഒരു ഭീഷണി വരുന്നത്? എൻ്റെ നേരെ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് എൻ്റെ നേരെ അങ്ങനെ ഭീഷണികളോ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഞായറാഴ്ചയായിരുന്നു. അതിനുശേഷം പോലീസുകാർ ഞങ്ങളോട് തന്നെ CCTV ഉണ്ട് അവിടെ, ഇല്ലെങ്കിൽ മാസം എഴുതാൻ വന്നപ്പോൾ ചോദിക്കുന്നു. അന്ന് ആ സമയത്ത് അവിടെ ഇല്ലാഞ്ഞവർ ഇന്നലെ പറയുന്നു 5ഓളം പേര് ഈ സംഭവം കണ്ടതായിട്ട് സാക്ഷികളുണ്ട്, നിങ്ങൾ പറയുന്ന കള്ളത്തരമാണെന്ന് പോലീസുകാർ എന്നോട് പറയും. പക്ഷേ എൻ്റെ കണ്ണിൽ അന്ന് 5 പേര് പോലും അവിടെ ഇല്ല. മാസം എഴുതാൻ പറയുമ്പോൾ ആരും ഒപ്പിടാൻ പോലും ഇല്ല. ഈ കേസ് ആയതുകൊണ്ട് ആരും നിന്നില്ല. പെട്ടെന്ന് നമുക്കെതിരെ ഇവർ ഒരു ഭീഷണി സ്വരമുണ്ട്, അല്ലെങ്കിൽ കൊന്നുകളയും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ അങ്ങനെ തന്നെ കണ്ട് മുമ്പോട്ട് പോകും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും. ഇനി ഗുണ്ടകൾ അങ്ങനെ ആലപ്പുഴയിൽ വാഴണ്ട, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വേറൊന്നും കണ്ടല്ല. സാധാരണക്കാരെ നമുക്ക് ഇപ്പം ഞാനല്ലെങ്കിൽ എൻ്റെ മക്കൾ വളർന്നു വരുന്നുണ്ട്, ഇവർക്കും ജീവിക്കണ്ടേ. ഇതാണ് കേരളത്തിലെ ഒരു പൗരന്റെ അവസ്ഥ. ഒരു ആലപ്പുഴ സ്വദേശി പ്രശാന്തിന് നേരെ ഉയർന്ന വധഭീഷണി, കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, യാതൊരു പ്രകോപനവുമില്ല. ഗുണ്ടാ സംഘങ്ങൾ ഇന്ന് കേരളത്തിലെ പലയിടങ്ങളും കൈയടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴയിലെ ഗുണ്ടയായിട്ടുള്ള ഷാരോണിൽ നിന്ന് ഈ രീതിയിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഷാരോൺ ജയിലിന് പുറത്തിറങ്ങിയിരിക്കുന്നു. പോലീസിന്റെ ഒത്താശയുണ്ട്. പോലീസ് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ പോലും പിൻബലം ഈ ഗുണ്ടകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട് എത്രത്തോളം അപകടത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നത്.